بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة. فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സൗണ്ടിന് അല്പം പ്രയാസങ്ങളുണ്ട്. പാനരക്കളുടെ സംസാരമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗം നേടുക എന്നതാണ്.
ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യവും വിജയവും ആ സ്വർഗ്ഗമാണ്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്തതുമായിട്ടുള്ള സ്വർഗം. ആ സ്വർഗം വിശ്വാസം അവലംബിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾക്ക് പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച മഹത്തായ സമ്മാനമാണ് സ്വർഗം. ക്ഷമ കൈകൊള്ളുന്ന ആളുകൾക്കുള്ള സങ്കേതം, മുത്തഖീങ്ങൾക്കുള്ള ശുഭപര്യവസാനത്തിൻ്റെ ഗേഹമെന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ വിജയമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് وما الحياة الدنيا إلا متاع الغرور كل نفس ذائقة الموت. എല്ലാ മനുഷ്യരും എല്ലാ ശരീരവും മരണം ആസ്വദിക്കുന്നതാണ്. وإنما توفون أجوركم يوم القيامة. നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്കുള്ള പ്രതിഫലങ്ങൾ ഖിയാമത്ത് നാളിൽ മാത്രമേ നിങ്ങൾക്ക് തരപ്പെടുകയുള്ളൂ, നൽകപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നുവോ ഫഖദ് ഫാസ്, അവനാണ് വിജയം പ്രാപിച്ചവൻ, അവനാണ് വിജയിച്ചവൻ. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവിലെ ജീവിതം വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയമുള്ളവരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ വിഭവങ്ങൾ പലപ്പോഴും ആളുകളെ നമ്മെ സ്വർഗത്തെ മറപ്പിച്ച് കളയുന്നു. ആ സ്വർഗത്തിൻ്റെ മഹത്വം പലപ്പോഴും നമ്മൾ തിരിച്ചറിയാത്തത് എന്താ? ദുനിയാവാണ്. ദുനിയാവിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ജീവിതത്തിൽ ലഭിക്കുമ്പോൾ അതാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് സ്വർഗം അയാൾക്കൊന്നുമല്ല. ആ സ്വർഗത്തിൽ പ്രിയമുള്ളവരെ, ആ സ്വർഗത്തിലൊരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള ഇടം, മൗദിഉ സൗത്തിൻ ഫിൽ ജന്നത്തി ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ. സ്വർഗത്തിലൊരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള ഇടം ലഭിക്കുന്നതാണ് ദുനിയാവും അതിലുള്ള എല്ലാ വസ്തുക്കളും ഒരാൾക്ക് ലഭിക്കുന്നതിനേക്കാളും ഖൈറുൻ. ഒരു ചാട്ടവാറ് ചാരി വെക്കാൻ എത്ര സ്ഥലം വേണം? അത്ര സ്ഥലം സ്വർഗത്തിൽ ലഭിച്ചാൽ ഈ ദുനിയാവും അതിലുള്ളതൊക്കെ ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടോ ഇപ്പോഴും നമ്മിൽ പല ആളുകൾക്കും സ്വർഗം എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ആ സ്വർഗത്തിലേക്ക് പോകുന്ന അവസാനത്തെ വ്യക്തിക്ക് പോലും അല്ലാഹ് കൊടുക്കുന്ന സ്ഥാനങ്ങളും അനുഗ്രഹങ്ങളും എന്തൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലാകാത്തത് കൊണ്ടാണ് ഈ ദുനിയാവിനെ മറ്റെന്തിനേക്കാളും നമ്മൾ സ്നേഹിക്കുന്നതും സ്വർഗത്തിന് വില കൊടുക്കാൻ നമുക്ക് സാധിക്കാത്തതും. വിചാരിക്കാത്ത സമ്പത്ത് ഒരാളെ കയ്യിൽ കിട്ടുമ്പോഴേ അതാണ് വലുത് എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് സ്വർഗമൊന്നുമല്ല. ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളിലും ഒഴുകി എൻ്റെ അധ്വാനം, എൻ്റെ കച്ചവടം, എൻ്റെ വാഹനം, എൻ്റെ വീട്, എൻ്റെ വസ്ത്രം എന്ന് ചിന്തിച്ചു നടക്കുന്നവൻ്റെ മനസ്സിൽ
അയാൾക്ക് സ്വർഗം ഒന്നുമല്ല. അവസാനമായി സ്വർഗത്തിൽ കടക്കുന്ന മനുഷ്യന് കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിരുന്നുണ്ട്. നാളെ പരലോകത്ത് നന്മ തിന്മകൾ ഇങ്ങനെ തൂക്കിക്കണക്കാക്കിയപ്പോൾ ഒരു അണു അളവ് തിന്മ കൂടിപ്പോയതിൻ്റെ പേരിൽ അള്ളാഹു ആ മനുഷ്യനെ നരകത്തിലിട്ട് കരിക്കുന്നതാണ്. നമ്മൾ വിശുദ്ധ ഖുർആനിലൂടെ ഓതുന്ന ആയത്തുണ്ട്, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ആര് ഒരു അണുമണി തൂക്കം നന്മ ചെയ്തുവോ അതവൻ അവിടെ കാണും, ഒരണു തൂക്കം തിന്മയാര് ചെയ്തുവോ അതും അവിടെ കാണുന്നതാണ്. അല്ലേ, ഒരു അണു എന്നാണ് പറഞ്ഞത്. ഒരു അണു പറഞ്ഞ എത്രയാണ്? അത്ര തിന്മ കൂടിപ്പോയതിൻ്റെ പേരിൽ അള്ളാഹു ഒരു മനുഷ്യനെ നരകത്തിലിട്ട് കരിക്കുന്നു. ആ ശിക്ഷ കഴിഞ്ഞാൽ പിന്നീട് ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. റജുലുൻ യഖ്റുജു മിനന്നാരി ഖബവാൻ. ആ മനുഷ്യൻ കത്തിക്കരിഞ്ഞ ശരീരവുമായി നരകത്തിൽ നിന്നിങ്ങനെ മുട്ടിലയഞ്ഞ് വെന്ത തൊലിയുമായി നരകത്തിൽ നിന്ന് ആ മനുഷ്യൻ ഇങ്ങനെ പുറത്തേക്ക് വരും. അയാളെ ശിക്ഷ അവസാനിച്ചിട്ട് അയാൾ വരികയാണ്. അള്ളാഹു ആ മനുഷ്യനെ പിടിച്ചിട്ട് പ്രിയമുള്ളവരെ സ്വർഗത്തിലെ നദിയിലത അള്ളാഹു മുക്കും. ആ മുക്കുന്നതോടുകൂടി അവൻ്റെ ശരീരത്തിലെ പൊള്ളിയതൊക്കെ മാറി നല്ല ചുറുചുറുക്കുള്ള ശരീരമായി ആ നരകത്തിൽ കരിഞ്ഞു പോയ മനുഷ്യൻ്റെ ശരീരം മാറുകയാണ്. അല്ലാഹു തആല ആ മനുഷ്യനോട് പറയുന്നുണ്ട്, ഉദ്ഖുലൂഹാ ഫിൽ ജന്ന, നീ ആ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോന്നാണ്. സന്തോഷം കൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ആ മനുഷ്യൻ സ്വർഗത്തിൻ്റെ അരികിലെത്തും. സ്വർഗത്തിൻ്റെ വാതിൽക്കലെത്തി അവിടെ ചെന്നു നോക്കും. അദ്ദേഹം തിരിച്ച് റബ്ബിലേക്ക് മടങ്ങി വന്നിട്ട് പറയാണ്, അല്ലാഹുവേ വജത്തുഹാ മല, ഒരു രക്ഷയില്ല, സ്വർഗം നിറഞ്ഞു കിടക്കാണ്. സ്വർഗത്തിലൊരു കാല് വെക്കാനുള്ള സ്ഥലം പോലുമില്ല, നിറഞ്ഞു കിടക്കാണ് സ്വർഗം. അയാൾ നിരാശനായി മടങ്ങി റബ്ബിലേക്ക് വരാണ്. അല്ലാഹു തആല രണ്ടാമതും ആ മനുഷ്യനെ പറഞ്ഞേക്കുന്നതാണ്, ഉദ്ഖുലൂഹാ ഫിൽ ജന്ന, നീ ആ സ്വർഗത്തിലേക്ക് കയറിക്കൊന്നാണ്. അയാൾ രണ്ടാമതും ചെല്ലും, സ്വർഗത്തിൻ്റെ വാതിൽക്കലെത്തും. അവിടെ നോക്കിയിട്ട് അയാൾ ഒരു രക്ഷയില്ലാന്ന് കണ്ട് തിരിച്ചു വീണ്ടും റബ്ബിലേക്ക് വരും. പടച്ചോനെ, സ്വർഗം നിറഞ്ഞു കിടക്കാണ്. അല്ലാഹു തആല വീണ്ടും അയാളെ പറഞ്ഞേക്കുന്നതാണ്. 2-3 തവണ അയാൾ സ്വർഗത്തിൻ്റെ അരികിലെത്തി നിരാശനായിട്ട് മടങ്ങി വരുന്നുണ്ട്. അവസാനം ആ മനുഷ്യൻ, പ്രിയമുള്ളവരെ, ആ മനുഷ്യനോട് അല്ലാഹു തആല പറയാണ്, നിനക്കാ സ്വർഗത്തിൽ ഈ ദുനിയാവിൻ്റെ അത്ര സൗകര്യവും സുഖവും നിനക്ക് തന്നാൽ നീ തൃപ്തനാകും. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവസാനമായി സ്വർഗത്തിൽ കയറുന്ന മനുഷ്യനോടെന്ന് പറയാണ്, ഈ ദുനിയാവും അതിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും നിനക്ക് അത്ര സുഖങ്ങൾ ആ സ്വർഗത്തിൽ തന്നാൽ നീ തൃപ്തനാകും. ആ മനുഷ്യൻ നെഞ്ചിൽ കൈവച്ചു പറയാണ്, റളീതു റബ്ബി, എനിക്ക് തൃപ്തിയാകും റബ്ബേ. ആ സമയത്ത് അല്ലാഹു തആല മനുഷ്യനോട് പറയാണ്, നീ ആ സ്വർഗത്തിൽ കയറാ, നിനക്ക് ഒരു ദുനിയാവല്ല 11 ദുനിയാവിൻ്റെ സൗകര്യമാണ് നിനക്ക് വേണ്ടി ഞാൻ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളതെന്നാണ്. ആ സമയത്ത് ആ മനുഷ്യൻ റബ്ബിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അസ്തഗ്ഫിറു മിന്നി വഅൻതൽ മലിക്, അല്ലാഹുവേ നീ തന്നെയാണ് രാജാവ്, ഒരു സംശയമല്ല, നീ തന്നെയാണ് രാജാവ്. അസ്തഗ്ഫിറു മിന്നി, നീ എന്നെ കളിയാക്കണോ? 11 ദുനിയാവിൻ്റെ സ്വർഗം തരാന്ന് പറഞ്ഞാണ്ട് അല്ലാഹുവേ നീ എന്നെ പരിഹസിക്കാണോ കളിയാക്കാണോ എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ഈ ഹദീസ് ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ഈ ഭാഗമെത്തിയപ്പോൾ പ്രവാചകൻ തൻ്റെ പല്ലുകൾ കാണുമാറ് ഇതിങ്ങനെ വിശദീകരിക്കുമ്പോൾ ചിരിക്കുന്നു. ആ മനുഷ്യൻ്റെ ചോദ്യം, അല്ലാഹുവേ നീ എന്നെ പരിഹസിക്കാണെന്നുള്ള ആ ചോദ്യം കേട്ടുകണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ദാലിക അദ്നാ അഹ്ലുൽ ജന്നത്തി മൻസില, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് അവസാനമായി പ്രവേശിച്ച ആ മനുഷ്യനെ 11 ദുനിയാവിൻ്റെ അത്ര വിശാലമായ സ്വർഗമാണ്
അയാൾക്ക് ലഭിക്കാന്നാണ്. അയാൾ പ്രവേശിക്കുന്നതോടുകൂടി, അവസാനത്തെ ആ ആൾ പ്രവേശിക്കുന്നതോടുകൂടി സ്വർഗത്തിൻ്റെ വാതിലുകളൊക്കെ അല്ലാഹു തആല അടച്ചു കളയുന്നതാണ്. പിന്നീട് ഒരാൾക്കും ആ സ്വർഗത്തിലേക്ക് പ്രിയമുള്ളവരെ പ്രവേശനമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ അവസാനത്തെ പിടിയിലെങ്കിലും ഞാൻ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അല്ല, സ്വർഗം ആഗ്രഹിക്കേണ്ടതും സ്വർഗം ചോദിക്കേണ്ടതും ഏതാണ്? ജന്നാത്തുൽ ഫിർദൗസാണ്. സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് ജന്നാത്തുൽ ഫിർദൗസ്. നിങ്ങൾ ചോദിക്കുമ്പോൾ അത് ചോദിക്കാനാണ് പറഞ്ഞത്. പ്രവാചകന്മാരുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ, സത്യസന്ധന്മാരായിട്ടുള്ള സൽവൃത്തരായിട്ടുള്ള ആളുകളുടെ കൂടെ ആ സ്വർഗത്തിൽ താമസിക്കാനുള്ള അവസരത്തെ ചോദിക്കണം. അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ താഴത്തെങ്കിലും കിട്ടും. ഈ അവസാനത്തെ പിടിയിലെങ്കിലും ഞാനും നിങ്ങളും രക്ഷപ്പെടുമോ എന്ന് പ്രിയമുള്ളവർ നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. പലപ്പോഴും ദുനിയാവിലെ വിഭവങ്ങളും സന്തോഷങ്ങൾക്കും വേണ്ടി പല ആളുകളും ദീനിനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. സ്വർഗം പലപ്പോഴും മറന്നു പോവുകയാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആകാശഭൂമിയേക്കാൾ വിശാലമായ സ്വർഗത്തിലേക്കും റബ്ബിന്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ടു വരിക. വസാരിഊ എന്നാണ്. വസാരിഊ എന്ന് പറഞ്ഞാൽ ധൃതിപ്പെട്ടു വരണം. നന്മ കണ്ടാൽ പ്രിയമുള്ളവരെ ധൃതി കാണിക്കണം. അത് പിന്നീട് ചെയ്യാനല്ല. വിസാരമായ ഒരു നന്മയെപ്പോഴും നമ്മൾ അങ്ങനെ കാണാൻ പാടില്ല. പിന്നെ ചെയ്യുക, പിന്നീടാവാന്നുണ്ടല്ലോ. ഈമാനിൻ്റെ ഏറ്റവും ഉന്നതമായ ദറജ ഏതാ? അൽ ഈമാനു ബിദ്ഉൻ വസബഊന എന്നുണ്ട്, വസിത്തൂന എന്നുണ്ട്. ഒന്ന് പറഞ്ഞത് അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും ടോപ്പിലുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്. ഏറ്റവും താഴ്ന്നത് റോഡിലുള്ള വഴിയിൽ കാണുന്ന ഒരു ഉപദ്രവത്തെ നീക്കം ചെയ്യുന്നത് പോലും അത് ഈമാനിൻ്റെ ഭാഗമാണ്. റോഡിലൊരു ഉപദ്രവം കണ്ടാൽ അത് പിന്നീടാകാന്നല്ല വിചാരിക്കേണ്ടത്, അത് ആ സ്പോട്ടിൽ എടുത്തു മാറ്റാൻ പറ്റണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏതു നന്മകളെയും നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹസ് സമാവാതു വൽ അർള്. ആ സ്വർഗത്തിനു വേണ്ടി പ്രിയമുള്ളവരെ അത്രമാത്രം അധ്വാനിച്ചവരും പരിശ്രമിച്ചവരുമാണ് പ്രവാചകരും പ്രവാചകൻ്റെ സ്വഹാബാക്കളൊക്കെ. സ്വർഗത്തിനു വേണ്ടി അവരെ സ്വന്തം വീട് വിട്ടിറങ്ങാൻ അവർ തയ്യാറായി. കച്ചവടവും സമ്പത്തും അവർ വിട്ടേച്ചു പോന്നു. പള്ളിയിലേക്ക് ദൂരെ നിന്ന് നടന്നു വരുന്നത് കണ്ടപ്പോൾ ഒരു വാഹനം വാങ്ങിത്തരട്ടെ എന്ന് ഒരു സ്വഹാബിയോട് ചോദിച്ചപ്പോൾ ആ സ്വഹാബി പറഞ്ഞ എന്താ, എനിക്ക് വാഹനം വേണ്ടാന്ന്. കാരണം വീട്ടിൽ നിന്ന് വുളൂവെടുത്ത് പള്ളിയിലേക്ക് നടന്നു വന്നാൽ അതിന് പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട്, ആ സ്വർഗം നഷ്ടപ്പെടുമോ എന്ന പേടി കൊണ്ട് എനിക്ക് വാഹനം വേണ്ട എന്ന് പറഞ്ഞ് അത് നിരസിക്കുന്ന സ്വഹാബത്ത്. ശക്തമായ വേദനകളും പ്രയാസങ്ങളും നേരിടുമ്പോഴും പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുമ്പോഴും സലഫുകൾക്ക് സമാധാനവും ആശ്വാസവും ലഭിച്ചത് പ്രിയമുള്ളവരെ സ്വർഗമുണ്ടല്ലോ എന്ന് ഓർത്തപ്പോഴാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു കറുത്ത വർഗ്ഗക്കാരിയായ ഒരു സ്ത്രീ ദീർഘദൂര യാത്ര ചെയ്ത് പ്രവാചകന്റെ അടുക്കൽ വന്നിട്ടൊരു പരാതി പറയുന്നുണ്ട്. അത്തത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലത്ത് ഇന്നി ഉസ്റഉനനി വ ഇന്നി അതകശഫ്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു രോഗമുണ്ട്, എനിക്കൊരു രോഗമുണ്ട്. ആ രോഗം മൂലം അതകശഫു, ഞാൻ ബോധം കെട്ടു താഴെ വീഴും. അഥവാ അപസ്മാരം പോലെയുള്ള രോഗമാണ് ആ സ്ത്രീക്ക്. ഞാൻ ബോധം കെട്ട് താഴെ വീഴും ആ രോഗം ഉണ്ടായാൽ. ഫദ്ഉല്ലാഹ ലി, പ്രവാചകരെ നിങ്ങൾ എനിക്ക് വേണ്ടി എൻ്റെ രോഗം മാറാൻ അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറയാണ്, ഇൻ ശിഅതി സ്വബർതി വലകിൽ ജന്ന. പെണ്ണെ, നീ ആ രോഗത്തിൽ നീ ക്ഷമിക്കുകയാണെങ്കിൽ, നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗ്ഗം. ഒരു സംശയവും വേണ്ട.
വഇൻ ശഅതി ദഅഉതുല്ലാഹ അയ്യുആഫിയക്. ഇനി നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ പ്രാർത്ഥിച്ചാൽ നിന്റെ രോഗം മാറും, പക്ഷേ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമാണ്. ഏതാ വേണ്ടത് ചോദിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകാണ്ട് നിന്റെ രോഗം മാറണോ, അതല്ല നിനക്ക് സ്വർഗം ക്ഷമിച്ചുകാണ്ട് സ്വർഗം വാങ്ങണോ? ഇപ്പോൾ കാലത്ത് അപ്പോൾ ആ സ്ത്രീ പറയാണ് അസ്ബിർ, രോഗം മാറണ്ട നബിയെ, ഞാൻ ക്ഷമിച്ചോളാം. എന്നിട്ടാ പെണ്ണ് പറഞ്ഞു ഫഖാലത്തിന്നി അതകശഫ് ഫദഉല്ലാഹ അല്ല അതകശഫ് ഫദഅലഹ. പ്രവാചകരെ, ഞാൻ ബോധം കെട്ട് താഴെ വീഴുന്ന സമയത്ത് എൻ്റെ ഔറത്തുകൾ മറ്റുള്ള ആൾക്കാർ കാണും, എൻ്റെ വസ്ത്രമൊക്കെ മുകളിലേക്ക് വരാറുണ്ട്. അപ്പം അത് കാണാതിരിക്കാൻ, എൻ്റെ ഔറത്ത് മറ്റുള്ളവർ കാണാതിരിക്കാൻ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുവേണ്ടി ആ സ്ത്രീക്ക് ദുആ ചെയ്തു എന്നാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ക്ഷമിച്ചാൽ സ്വർഗമാണ് എന്ന് കേട്ടപ്പോൾ പ്രിയമുള്ളവർ, അവർക്ക് രോഗം എന്നൊരു പ്രശ്നമല്ല. നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കാത്തൊരു തലവേദന വന്നാൽ നമ്മൾ എത്ര അസ്വസ്ഥരാകുന്നുണ്ട്, നമ്മളെത്ര പ്രയാസപ്പെടുന്നുണ്ട്, നമ്മളെന്തൊക്കെ നമ്മുടെ നാവിലൂടെ വരാറുണ്ട്. ഒരു നല്ലൊരു ഒരു അപസ്മാരം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ രോഗമാണല്ലോ. ആ രോഗം പോലും ക്ഷമിച്ചാൽ സ്വർഗമാണ് എന്നറിഞ്ഞപ്പോൾ അവർ ക്ഷമിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവർ, നമ്മൾ നമ്മളെക്കുറിച്ച് ഗൗരവത്തോടു കൂടി ഒന്ന് ചിന്തിക്കണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇതിന് ശേഷം അത്താഅ് ഇബ്നു അബീ റബാഹയോട്, ആ സ്ത്രീ ഇങ്ങനെ തിരിച്ച് നടന്നു പോവുകയാണ്. പ്രവാചകനുള്ള സംസാരമൊക്കെ കഴിഞ്ഞ് ആ പെണ്ണിങ്ങനെ തിരിച്ചു പോകുമ്പോൾ അത്താഅ് ഇബ്നു അബീ റബാഹയോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, പറയാണ്, നിനക്ക് സ്വർഗത്തിൻ്റെ അവകാശിയായൊരു പെണ്ണിനെ കാണണോ? നിനക്ക് സ്വർഗത്തിൻ്റെ അവകാശിയായൊരു പെണ്ണിനെ കാണാൻ ആഗ്രഹമുണ്ടോ? അപ്പോൾ അത്താവ് പറഞ്ഞു അതെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീയിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ആദിഹിൽ മർഅത്തു സൗദ, കണ്ടോ ആ കറുത്ത വർഗ്ഗക്കാരിയായ സ്ത്രീ, ആ സ്ത്രീ സ്വർഗത്തിലാണ്. സ്വർഗമെന്ന മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടി തൻ്റെ പ്രയാസങ്ങളും തൻ്റെ ബുദ്ധിമുട്ടുകളും സഹിക്കാനും ക്ഷമിക്കാനുമൊക്കെ പ്രിയമുള്ളവർ അവിടെ തയ്യാറായിട്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നപ്പോൾ നമുക്കിതുപോലെ സ്വർഗം ആഗ്രഹിച്ച് ക്ഷമിക്കാനും സഹിക്കാനൊക്കെ നമുക്ക് സാധിച്ചു. നമ്മൾ ആലോചിക്കുക. അല്ലാഹു തആല വിശുദ്ധ ഖുർആനോട് പറയണത്, വല്ലദീന സ്വബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ പ്രീതിയെ ആഗ്രഹിച്ചുകൊണ്ട് പരീക്ഷണങ്ങളിൽ ക്ഷമ കൈകൊണ്ട ആളുകൾ അവർക്കാകുന്നു സ്വർഗമുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ. പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക, അവർക്കാണ് പ്രിയപ്പെട്ടവരെ സ്വർഗം. ഒരിക്കലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാവിധ സേവനങ്ങളും ചെയ്തു കൊടുത്ത സ്വഹാബിയായിരുന്നു മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു. ഒരിക്കലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വുളൂ ചെയ്യാനുള്ള വെള്ളം അദ്ദേഹം ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അദ്ദേഹത്തോട് പ്രവാചകൻ ചോദിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ടത്? അന്ന് പ്രവാചകന്റെ കയ്യിൽ പ്രിയമുള്ളവരെ സമ്പത്തുണ്ട്. ആ സ്വഹാബി എന്ത് ചോദിച്ചാലും കൊടുക്കാൻ പ്രവാചകൻ തയ്യാറായിക്കൊണ്ട് തന്നെ ചോദ്യം, എന്താ വേണ്ടത് റബിയ? ചോദിച്ചോ, ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാമെന്നാണ്. എന്താ ആവശ്യമുള്ളത്? പണം വേണോ? പണം കൊടുക്കുക. വീട് വേണോ? വീട് കൊടുക്കുക. എന്തു ആവശ്യപ്പെടാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറയാണ്, നബിയെ, ദുനിയാവിൽ എനിക്കൊന്നും വേണ്ട, ദുനിയാവിൽ എനിക്കൊന്നും വേണ്ട, സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്കൊരു അവസരം തന്നാൽ മതിയും. സ്വർഗത്തിൽ താമസിക്കാനല്ല, സ്വർഗത്തിൽ കിടക്കാൻ, അല്ലേ, നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ താമസിക്കാനുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചാൽ തന്നാൽ മതി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നോക്കും നിങ്ങൾ, അവർക്ക് സ്വർഗം എന്നുള്ളത് വലിയ ലക്ഷ്യമായിരുന്നു. അപ്പോഴേക്ക് സമ്പത്ത് വേണ്ട, ഒന്നും അവർക്ക് ആവശ്യമില്ല. അവർക്ക് ആകുള്ളത് നാളെ പടലോകത്ത് റബ്ബിൻ്റെ കോടതിയിൽ സ്വർഗം ലഭിക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയാണ് ഈ സ്വഹാബത്തൊക്കെ പരിശ്രമിച്ചത്. പ്രിയമുള്ളവരെ,
നമ്മൾ ആ സ്വർഗത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്തതുമായ സ്വർഗം എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അല്ലാഹു ആ സ്വർഗം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന വിശ്വാസിനികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, തഖ്വല്ലാഹ ഇബാദല്ലാഹ്. ഊസിക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒറ്റ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുക. സ്വഹാബാക്കളെ സ്വർഗത്തിന് വേണ്ടി സ്വന്തം ശരീരത്തെ നൽകിയ ആളുകളാണ്. നമുക്കറിയാം, ബദർ യുദ്ധത്തിൽ വെച്ചാണ് സ്വഹാബിയായ ഹാരിസത്ത് ബിൻ സുറാഖ അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം മരിക്കുന്നത് മുസ്ലിങ്ങളുടെ കൈ കൊണ്ട് അറിയാതെ ശത്രുക്കളുടെ വെട്ട് കിട്ടിയിട്ടല്ല മരിക്കുന്നത്. അബദ്ധത്തിൽ മുസ്ലിമിൻ്റെ പ്രവാചകൻ്റെ കൂടെയുണ്ടായൊരു സ്വഹാബിയുടെ അടുത്തുനിന്ന് അബദ്ധത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അതായത് ശക്തമായ ദാഹം അനുഭവപ്പെട്ടപ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ ശത്രുക്കളിങ്ങനെ കാണാതെ അദ്ദേഹം മറഞ്ഞിരുന്നിങ്ങനെ വെള്ളം കുടിക്കുകയാണ്. അവിടെ കാവലിന് നിന്ന ഒരു സ്വഹാബി ഈ മറഞ്ഞിരിക്കുന്നത് ശത്രുവാണ് എന്ന് കരുതി അമ്പെയ്തു. അത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തറച്ചുകൊണ്ടാണ് ഹാരിസത്ത് ബിൻ സുറാഖ അദ്ദേഹം മരണപ്പെടുന്നത്. ബദറിലെ വിജയം കൈവരിച്ച് നബിയും സ്വഹാബാക്കളും മദീനയിലേക്ക് തിരിച്ചു മടങ്ങുമ്പോൾ മദീനയുടെ ഓരത്തെ ഹാരിസയുടെ ഉമ്മ റബിയ ബിൻതു നദർ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് മകനെ. പ്രവാചകനും സ്വഹാബത്തൊക്കെ വരുന്നത്, തൻ്റെ മകനൊക്കെ വരുന്നത് ഇങ്ങനെ കാത്തിക്കാണ് ആ ഉമ്മ. ആ ഉമ്മയെ കണ്ടപ്പോൾ ചില സ്വഹാബാക്കൾ പറഞ്ഞു, ഉമ്മ, ഹാരിസക്ക് ഷഹീദിൻ്റെ കൂലില്ല. കാരണം ഷഹീദാകണമെങ്കിൽ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വെട്ട് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ശത്രുവിൻ്റെ കൈകളാൽ കൊല്ലപ്പെടുമ്പോഴാണ് ഷഹീദിൻ്റെ കൂലി കിട്ടുക. ഇത് അബദ്ധത്തിൽ വന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ഹാരിസക്ക് ഷഹീദിൻ്റെ കൂലിയില്ല എന്ന് പറഞ്ഞു. ആ ഉമ്മ കരഞ്ഞ് സങ്കടത്തോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെന്നിട്ട് ഈ വിഷയം നബിയോട് പരാതി പറയുകയാണ്. സ്വഹാബാക്കൾ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മോനെ ഷഹീദിൻ്റെ കൂലില്ല എന്നൊക്കെ സ്വഹാബാക്കൾ പറയുന്നുണ്ട് എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉമ്മയോട് പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മകന് ഒരു സ്വർഗ്ഗമല്ലുള്ളത്. ഇന്നഹാ ലൈസതു ബിജന്നത്തിൻ വാഹിദ. നിങ്ങളെ മകന് അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു സ്വർഗ്ഗമൊന്നുമല്ല. വലാകിന്നഹാ ജിനാനുൻ കസീറ. ധാരാളം സ്വർഗ്ഗമാണ് ഉമ്മ നിങ്ങളുടെ മകനെ അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ്. ആ ഉമ്മ അത് കേട്ടപ്പോൾ പ്രിയമുള്ളവരെ സന്തോഷിച്ചിങ്ങനെ ചിരിച്ചു എന്നാണ് ഹദീസിൽ കാണാം. നോക്കി, സ്വന്തം മകന് ഷഹീദിൻ്റെ കൂലിയില്ല എന്നറിഞ്ഞപ്പോൾ സങ്കടപ്പെടുന്നൊരു ഉമ്മ, സ്വർഗമുണ്ട് എന്നറിഞ്ഞപ്പോൾ ഒരു സ്വർഗമല്ല ധാരാളം സ്വർഗമാണ് എൻ്റെ മകൻ അല്ലാഹു ഒരുക്കി വെച്ചത് എന്ന പ്രവാചകൻ്റെ ചുണ്ടിലൂടെ കേട്ടപ്പോൾ ആ ഉമ്മ സന്തോഷം കൊണ്ട് പ്രിയമുള്ളവരെ ചിരിച്ചു. അപ്പോൾ നോക്കി, സ്വന്തം മകന് നഷ്ടപ്പെടുന്നത് പോലും അവർക്ക് പ്രയാസമല്ല.
കാരണം സ്വർഗ്ഗാണെന്ന് അറിഞ്ഞപ്പോൾ. അങ്ങനെ ആ സ്വർഗത്തിന് വേണ്ടി പരിശ്രമിച്ചവരാണ്, ആ സ്വർഗം ആഗ്രഹിച്ചവരാണ് പ്രവാചകരും സ്വഹാബാക്കളൊക്കെ. അവർക്ക് എല്ലാത്തിനേക്കാളും വലുത് പ്രിയമുള്ളവർ ആ സ്വർഗ്ഗമായിരുന്നു. ആ സ്വർഗത്തിന് വേണ്ടിയാണ് അവരൊക്കെ പരിശ്രമിച്ചതും പണിയെടുത്തതൊക്കെ. ഈ ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കാൻ പ്രിയമുള്ളവരെ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം ജന്നാത്തുൽ ഫിർദൗസ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. എത്ര വലിയ പരീക്ഷണങ്ങളിലും ക്ഷമിക്കാനും സഹിക്കാനുമുള്ള നല്ല കഴിവ് അല്ലാഹു തആല, നല്ലൊരു മനസ്സ് അല്ലാഹു തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നിസാരങ്ങളായ നന്മകളെപ്പോലും ചെറുതായി കാണാതെ എത്ര ചെറിയ നന്മകളാണെങ്കിലും അത് ജീവിതത്തിൽ പകർത്താനും അതിൽ സൂക്ഷ്മത കാണിക്കാനുമുള്ള തഖ്വ അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്ന എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഅ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബർ അള്ളാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മഹല്ലത്തിൽ തന്നെ മരണപ്പെട്ടു പോയ പല കുടുംബത്തിലെ പല ആളുകളുണ്ട്. അള്ളാഹു പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആയിട്ട് നമ്മുടെ മഹല്ലിൽപ്പെട്ട പല ആളുകളുടെയും കുടുംബത്തിൽപ്പെട്ട പലരും മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഅ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. اللهم يغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين فانصرنا على القوم الكافرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك.